നമസ്തേ. ഭരതനാട്യം അരങ്ങേറ്റം എന്ന സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ ചോദ്യം: ഒരു ഭരതനാട്യം അരങ്ങേറ്റത്തിൽ ഉൾപ്പെടുത്തേണ്ട ഇനങ്ങൾ ഏതൊക്കെയാണ്? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഭരതനാട്യം അരങ്ങേറ്റം എന്നാൽ ഒരു വിദ്യാർത്ഥി പഠിച്ച ഭരതനാട്യം ബാണിയിലെ എല്ലാ ഇനങ്ങളും, അതായത് ഒരു മാർഗം രംഗത്ത് അവതരിപ്പിക്കുക എന്നതാണ്. അരങ്ങേറ്റം തുടങ്ങുന്നതിനായി പ്രാരംഭ ഇനങ്ങളായ അലാരിപ്പ്, ഗണപതിസ്തുതി, പുഷ്പാഞ്ജലി, മല്ലാരി, തോടയം മുതലായവയിൽ ഒന്നോ രണ്ടോ ഇനങ്ങൾ അവതരിപ്പിക്കാം. തുടർന്ന് നർത്തകരുടെ അംഗശുദ്ധിയും താളബോധവും പ്രകടമാക്കുന്ന ഇനമായ ജതിസ്വരം അവതരിപ്പിക്കുന്നു. അതിനുശേഷം ശബ്ദം എന്ന ഇനം അവതരിപ്പിക്കാം. ഇതിൽ നൃത്തത്തോടൊപ്പം കവിതാപരമായ ഉള്ളടക്കമുള്ള ഒരു ചെറിയ അഭിനയ ഭാഗവും ഉൾപ്പെടുന്നു. തുടർന്നാണ് വർണ്ണം അവതരിപ്പിക്കപ്പെടുന്നത്. നൃത്തത്തിനും നാട്യത്തിനും തുല്യ പ്രാധാന്യം നൽകി 30 മിനിറ്റിലേറെ ദൈർഘ്യത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഭരതനാട്യത്തിലെ സുപ്രധാന ഇനമാണ് വർണ്ണം. അതിനുശേഷം പദം, ജാവലി, അഷ്ടപതി മുതലായ അഭിനയ പ്രാധാന്യമുള്ള ഒരിനമോ ഒന്നിലേറെ ഇനങ്ങളോ അവതരിപ്പിക്കാം. വേഗതയേറിയതും ആകർഷണീയവുമായ ശുദ്ധനൃത്ത ഭാഗമായ തില്ലാനയോടുകൂടി മംഗളം പാടി മാർഗം അവസാനിപ്പിക്കാം. ഇത്തരത്തിൽ ഓരോ ഇനങ്ങൾക്കും പ്രത്യേക ഉദ്ദേശമുള്ളതിനാൽ അതിനോട് നീതി പുലർത്തുന്ന വിധം അധ്യാപകർക്ക് ഇനങ്ങൾ ക്രമീകരിക്കാവുന്നതാണ്.